ഇന്നല്ലാഹ സുബ്ഹാനഹു തആല നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു തആല യുബാഹി മലായികത്തുഹു തന്റെ മലക്കുകളോട് അഭിമാനം പറയുന്നതാണ് ബിശ്ശാബിൽ ആബിദീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതായ ഒരു അടിമയെ കൊണ്ട് അല്ലാഹുവിന്റെ ഇബാദത്തിനായി ജീവിക്കുന്ന ഒരു അടിമയെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല മലായികത്തിനോട് അഭിമാനം പറയുന്നതാണ്. ഫയഖൂലു അല്ലാഹു സുബ്ഹാനഹു തആല പറയുമത്രേ അയ്യുഹശ്ശാബു താരിഖു ശഹവതഹു ലിഅജ്ലി المبذل شبابه لي أنت عندي كبعض ملائكتي الله سبحانه وتعالى പറയുന്ന അയ്യുഹശ്ശാബു അല്ലയോ യുവാവേ എങ്ങനത്തെ യുവാവാണ് അത്താരിഖു ശഹവതഹു ലിഅജ്ലി ഞാൻ ഹറാമാക്കിയത് കാരണത്താൽ നോമ്പിന്റെ പ്രഭാതങ്ങളിൽ അവന്റെ എല്ലാ സുഖങ്ങളെയും വികാരങ്ങളെയും വിചാരങ്ങളെയും ഒഴിവാക്കിയ അടിമേ യുവാവേ ചെറുപ്പക്കാരാ തൊള്ളന്റെ രസങ്ങൾ എന്ന് പറഞ്ഞാൽ വായന്റെ രസങ്ങൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കണമെന്നായിരിക്കും. നോമ്പിന്റെ പ്രഭാതത്തിൽ ചെയ്യൂല. നമ്മളെ നഫ്സ് നമ്മളോട് പറയൂ നീ വെള്ളം കുടിച്ചോ, നമ്മൾ വെള്ളം കുടിക്കൂല. വയറിങ്ങനെ പറയും ദാഹിക്കുന്നുണ്ട് എങ്കിലും നമ്മൾ വെള്ളം കുടിക്കൂല. ഭക്ഷണം വേണമെന്ന് പറഞ്ഞാലും ഭക്ഷണം കഴിക്കൂല. മറ്റുള്ള ഹറാമുകളിലേക്ക് നമ്മൾ പോകൂല. അങ്ങനത്തെ ആളുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തിനോട് അഭിമാനം പറയുമെന്ന് മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു തആല അഭിമാനം പറയുന്നവരെ കൂട്ടത്തിൽ നമുക്ക് അല്ലാഹു തആല സ്ഥാനം നൽകുമാറാകട്ടെ. പിന്നെന്താ പറഞ്ഞത്? ദുന്യാവിനെ ഒഴിവാക്കിയ പരിത്യജിച്ച് ജീവിക്കുന്ന ആളുകൾക്കിടയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനം പറയും. അതാണ് അൽ മുബ്ദിലു ശബാബഹു ലീ അവന്റെ യുവത്വം അവൻ എനിക്ക് നൽകിയവനാണ്. കാണുന്ന ഹറാം പറപ്പിലേക്കൊന്നും പോകാതെ ഞാൻ പറഞ്ഞ കാര്യത്തിലൂടെ മാത്രം അവന്റെ യുവത്വത്തെ അവൻ ചെലവഴിച്ച യുവാവാണോ എങ്കിൽ അവനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തിന്റെ ഇടയിൽ അഭിമാനം കൊള്ളുമെന്ന് മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻത ഇൻദി കബഅദി മലായികതി ചെറുപ്പക്കാരാ നിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ കബഅദി മലായികതി എന്റെ മലക്കുകളിൽ നിന്നുള്ള ചിലരെ പോലെയാണ്. എന്റെ മലക്കുകളിൽ നിന്ന് ചിലരെ പോലെയായിട്ടാണ് നിന്നെ ഞാൻ കാണുന്നത് എന്ന് അല്ലാഹു